റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ PS പ്രശാന്തിനെ പ്രതി ചേർത്തിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരും ഉൾപ്പെടെ പ്രതികളാണ്. ദേവസ്വം ബോർഡ് അംഗം A അജികുമാറും പ്രതിയാണ്. ഇതിൽ ഏറ്റവും നിർണായകമായ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. PS പ്രശാന്ത് 4ാം പ്രതിയാണ്. ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ട്, ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് എന്നതാണ് SIT കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റങ്ങൾ. ശ്യാം ദേവരാജ്, വേറെ ഏതൊക്കെ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്? ഇതിന് ഇനിയുള്ള തുടർ നടപടികൾ എന്തായിരിക്കും? ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ നീങ്ങേണ്ടതുണ്ടോ? സ്വാഭാവികമായും അറസ്റ്റിലേക്ക് നീങ്ങും എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചില കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് ജീവപര്യന്തം വരെ തടവോ അല്ലെങ്കിൽ 10 വർഷം വരെ നീളാവുന്ന തടവ് ശിക്ഷ ഒക്കെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഇതിൽ ചുമത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരെ എത്രയും വേഗം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് SIT കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ പ്രധാനപ്പെട്ട 4 സെക്ഷനുകൾ, അതായത് സെക്ഷൻ 312(2) അനുസരിച്ച ക്രിമിനൽ വിശ്വാസവഞ്ചന, അതായത് ഒരാൾ തന്റെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ അല്ലെങ്കിൽ പണം ചതിവിലൂടെയോ അല്ലാതെയോ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുക അല്ലെങ്കിൽ നിയമവിരുദ്ധമായി മാറ്റിവെക്കുക, അത്തരം ഒരു കുറ്റകൃത്യമാണ് ഇത്. ഏതാണ്ട് 5 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷയാണ്. മറ്റൊന്ന് 316(5) വകുപ്പാണ്. അത് പൊതുസേവകരുടെ വിശ്വാസവഞ്ചനയാണ്. ആ കുറ്റത്തിന് ഏതാണ്ട് 10 വർഷം വരെ നീളാവുന്ന തടവ് ശിക്ഷ വരെ ലഭിക്കാം. മറ്റൊന്ന് 326(2) വകുപ്പാണ്. അത് വ്യാജരേഖ ചമയ്ക്കാനുള്ള ശിക്ഷയാണ്. ഇത് 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. മറ്റൊന്ന് ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ 61(2) വകുപ്പ് അനുസരിച്ചാണ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയത്. അത് ഈ കുറ്റം ചുമത്തിയത് ശബരിമലയിലെ 2025 സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സ്മാർട്ട് ക്രിയേഷൻസിന്റെയും ഉള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അത് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ 7 പേരെ പ്രതി ചേർത്തിരിക്കുന്നത്. ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു മരിച്ചുപോയി. മറ്റൊന്ന് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഈ കേസിലെ 4ാം പ്രതിയാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അംഗമാണ് A അജികുമാർ 5ാം പ്രതിയാകും. ശബരിമലയിലെ തന്ത്രിയായ കണ്ഠരര് രാജീവര് 6ാം പ്രതിയാകും. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ തിരുവാഭരണ കമ്മീഷണറായ റെജിലാലാണ് ഈ കേസിലെ 7ാം പ്രതി ആവുക എന്ന ശ്യാം, കൂടുതൽ പേരുടെ പങ്ക് പരിശോധിക്കുമെന്ന് പറയുമ്പോൾ മഹേഷ് മോഹനരിൽ ഉൾപ്പെടെ ഉള്ള ആളുകളിലേക്ക് ഇത് അന്വേഷണം നീളുമോ? കാരണം ഈ പാളികളൊക്കെ കൊണ്ടുപോയതിലും അത് പൂജിക്കാൻ എന്ന പേരിൽ മാറ്റിയതിലുമൊക്കെ പലരുടെയും പേരുകൾ ഉയർന്നു കേട്ടതാണല്ലോ. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എന്ന് പറയുമ്പോൾ അത്തരം അന്വേഷണങ്ങൾ കൂടി ഉണ്ടാകുമോ? വിനിത വേണു, അങ്ങനെ തന്നെയാണ്. അതായത് അന്വേഷണ നിഴലിൽ ഈ 7 പേർ മാത്രമല്ല പ്രതികളാകുന്നത്, മറ്റു പലരിലേക്കും അന്വേഷണം നീളുകയാണ് ചെയ്യുക. അത് മുൻ ബോർഡംഗം സുരേഷ് ബാബു, ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ബിന്ദു, തന്ത്രി മഹേഷ് മോഹനര്, മുൻ തിരുവാഭരണം കമ്മീഷണർ സുനില, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ OG ബിജു, VS രാജേന്ദ്ര പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത്, ഒപ്പം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി നാഗഗോവർദ്ധൻ എന്നിവരുടെ പങ്കാണ് അന്വേഷണ സംഘം കൂടുതൽ ആ രീതിയിൽ തന്നെ വിശദമായി പരിശോധിക്കുകയും ചെയ്യുന്നത്. 2019 ആദ്യത്തെ സ്വർണ്ണ തട്ടിപ്പ് നടക്കുന്നു. ആ തട്ടിപ്പ് മറിക്കാനുള്ള ക്രിമിനൽ ഗൂഢാലോചനയാണ് 2023 ആരംഭിക്കുന്നതെന്നാണ് ഹൈക്കോടതിയിൽ SIT വ്യക്തമാക്കുന്നത്. 2019 നടത്തിയ സ്വർണ്ണമോഷണവും ക്രമക്കേടുകളും പുറത്തറിയാതിരിക്കാൻ വിഗ്രഹങ്ങൾ വീണ്ടും സ്വർണം പൂശാനെന്ന വ്യാജേന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി. അതിനുവേണ്ടി സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നാണ് SITയുടെ കണ്ടെത്തൽ. 2023 നവംബർ 13 പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതലയേറ്റത്. ഈ ഉടൻ തന്നെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റുന്നു. ഈ ഗൂഢാലോചനയ്ക്ക് അനുകൂലമായി അധികാരം ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ബോർഡംഗങ്ങൾ. ഈ നീക്കം ദേവസ്വം മാനുവലിനും ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകൾക്കും വിരുദ്ധമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് അനുകൂലമായ സൗകര്യമൊരുക്കിയെന്നതാണ് ഹൈക്കോടതിയിൽ SIT അറിയിക്കുന്നത്. 2019 സ്വർണ്ണ മാറ്റലിന് ശേഷം ബാക്കി വന്ന
സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ചില അംഗങ്ങൾക്കും വ്യക്തമായി അറിയാമായിരുന്നു. അവർ നടപടിയെടുക്കുന്നതിന് പകരം പ്രതികളുമായി സജീവമായി ഒത്തുകളിച്ചു എന്ന കാര്യവും കൂടി കൊണ്ടാണ് ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്ന് SIT കണ്ടെത്തുന്നത്. ഒപ്പം ആ കുറ്റം ചുമത്തുകയും അത് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ 2025 നടന്ന സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർത്തിരിക്കുകയാണ്. പ്രശാന്തും ഭരണസമിതി അംഗങ്ങളും പ്രതികളാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM കാലത്തെ ഒരു ബോർഡ് കൂടി പ്രതിപ്പട്ടികയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യവും. പോറ്റി PS പ്രശാന്തിന്റെ വിശ്വാസം നേടിയെടുത്തു, കവർച്ചയ്ക്ക് ശ്രമിച്ചു, അംഗങ്ങൾ കവർച്ച മറയ്ക്കാൻ കൂട്ടുനിന്നു, ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് SITയുടെ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത്. അപ്പോൾ ഇനിയുള്ള നടപടികൾ, ചോദ്യം ചെയ്യൽ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും പ്രതിരോധങ്ങളെല്ലാം പാളുകയാണ്. CPMന്റെ ഒരു ബോർഡ് കൂടി പ്രതിപ്പട്ടികയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ശ്യാം ദേവരാജും K സജീഷും ഒപ്പം റഹീസ് റഷീദും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു.